കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തായതുകൊണ്ട് മാതാപിതാക്കളും വിചാരിക്കും നല്ലതല്ലേ, ഉരുളക്കിഴങ്ങ് അല്ലേ എന്ന് വിചാരിക്കും. ശരിക്കും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആഹാരമാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അക്രലമൈഡ്, അതുപോലെ പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോകാർബൺ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർസിനോജനിക്കാണ്, അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. രണ്ടാമതായിട്ട് ഇത് പൊരിക്കുന്നത് ധാരാളം എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടാണ്. ഈ എണ്ണ ചിലപ്പോൾ റീയൂസ് ചെയ്യുന്ന എണ്ണയായിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റ് ആയിട്ടുള്ള പാം ഓയിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും കൊളസ്ട്രോൾ ഉണ്ടാക്കാനും ട്രാൻസ് ഫാറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് ഹാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതും പ്രോബ്ലം. മൂന്നാമത്തെ പ്രോബ്ലം, ഇതിനകത്ത് ധാരാളം ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് തരുന്നത്. കാരണം സ്വാദ് കിട്ടി കുട്ടികൾ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു ക്രഞ്ചി ഫീലിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും കഴിക്കും. ഈ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ എന്ത് പറ്റും? അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കുട്ടികൾക്കേ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? കിഡ്നിക്ക് അത് ലോഡാണ്, കിഡ്നി ഡാമേജ് വരെ ഉണ്ടാവും. പിന്നെ ഹൈ കാലറിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അത് നമ്മുടെ കരളിന് ചുറ്റും പോയി അടിയുകയും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. വല്ലപ്പോഴും കുറച്ച് എമൗണ്ടിൽ കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കൾച്ചർ അങ്ങ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ കുട്ടികളുടെ ഇഷ്ടമുള്ള ഒരു ആഹാരമായി മാറിയിരിക്കുകയാണ്. കാരണം കമ്പനി എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? അതിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് സ്വാദ് ഉണ്ടാക്കി അവർ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ചതിക്കുഴിയിൽ നമ്മൾ വീഴാതിരിക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക.